ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇത് നല്ല അടിപൊളി ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഞാനൊരു വലിയ പീസ് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നെയ്യിലോ ഓയിലോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ബട്ടറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6-7 വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതെടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിന് കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണേ. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് സവാളയാണ് ഉള്ളതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഞാൻ 2 കപ്പ് റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് സവാളയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ മോന് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പച്ചമുളക് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അത്യാവശ്യം ഒരു കളർ ഒന്ന് മാറി വരണം എന്ന് കരുതി ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡിലോട്ടൊന്നും എത്തേണ്ട കാര്യമില്ല. അപ്പം ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട സവാളയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല പഴുത്ത നോക്കി നല്ല വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി പിശിക്കരുത് കേട്ടോ തക്കാളിയിൽ. അപ്പോൾ 2 എണ്ണമെങ്കിലും ചേർക്കുക, അല്ലെങ്കിൽ വളരെ ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയും ചേർത്ത് തക്കാളിയൊക്കെ വെന്ത് വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളിയൊക്കെ വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അടച്ച് 1 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാലേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുവേ. ഇപ്പോൾ ദാണ്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ ബേസിക് മസാലകളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒട്ടും എരിവില്ലാത്ത നമ്മൾ സാധാരണ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിലോ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിക്കൻ മസാല ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് മാറി വരണേ. അതുവരെയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. 1 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നില്ലെങ്കിൽ നമുക്ക് ഈ ചോറ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ദാണ്ട് അത്യാവശ്യം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജീരകശാല അരി ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരിയില്ലെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ഇതുപോലെ ആ മസാലയായിട്ട് ഈ അരി ഇങ്ങനെ ഒന്ന് മിക്സാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സ്റ്റെപ്പ് ഒന്ന് മറക്കാതെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒട്ടും തന്നെ കുഴഞ്ഞ് കിട്ടില്ല കേട്ടോ. നല്ലപോലെ അരിയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട്, ചോറൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴേക്കും.
ഇപ്പോൾ ഇതാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം വെള്ളം ചേർക്കാൻ. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. രാവിലെയൊക്കെ ധൃതി പിടിച്ച് കുട്ടികളെ വിടാനോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകണമെങ്കിലൊക്കെ പെട്ടെന്ന്, അധികം കറിയൊന്നുമില്ല, വേണ്ട, ആവശ്യമില്ല, ഒരു സലാഡൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് റൈസിലൊക്കെ കറക്റ്റായിട്ട് പിടിക്കുന്നത്. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ഒരു 5-10 മിനിറ്റ് ആവും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ. കറക്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ചിലപ്പം കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നും, പക്ഷേ നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും റെഡി ആവും കേട്ടോ. ഇപ്പോൾ ഇത് അധികം എനിക്കങ്ങനെ ഒരുപാട് സ്റ്റിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നില്ല. നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഓയിലൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ദാണ്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.